സ്റ്റാർ വാർസ് ഫ്രാഞ്ചൈസിയിൽ ഞാൻ കാണാതെ വിട്ടൊരു സീരീസായിരുന്നു ആൻഡോർ. ഇതിൻ്റെ സെക്കൻഡ് സീസൺ ഈ വർഷം ഏപ്രിൽ 22 റിലീസാകും. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഫസ്റ്റ് സീസൺ കണ്ടു നോക്കി. ആക്ച്വലി ഇത് ഭയങ്കര മിസ്സിങ് ആയിരുന്നു, കാണാതെ പോയെന്ന് എനിക്ക് കണ്ടു കഴിഞ്ഞപ്പോൾ തോന്നി. കാരണം ഒരു അടിപൊളി സീരീസ്. കാരണം സ്റ്റാർ വാർസ് റീസെൻ്റ്ലി റിലീസ് ചെയ്തിട്ടുള്ള കുറേയധികം സീരീസുകൾ ഭയങ്കര മോശമായിരുന്നു. അത് വെച്ച് നോക്കുമ്പോൾ ഒരു അടിപൊളി സ്റ്റോറിയുള്ള സീരീസ് ആയിരുന്നു ആൻഡോർ എന്ന് പറയുന്നത്. ഈ സ്റ്റാർ വാർസ് ഫ്രാഞ്ചൈസിയുടെ പ്രത്യേകത അല്ലെങ്കിൽ ഈ എൻ്റയർ യൂണിവേഴ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വലിയൊരു വേൾഡാണ്. ഒരുപാട് വേൾഡ് ബിൽഡിങ്, ഒരുപാട് കിടിലൻ ക്യാരക്ടേഴ്സ്, ഒരുപാട് നല്ല വില്ലന്മാരൊക്കെ ഉള്ളൊരു യൂണിവേഴ്സാണ്. ഇതിൻ്റെ ഒറിജിനൽ സിനിമകൾ റിലീസ് ചെയ്തിട്ടുള്ള എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റിവേഴ്സ് ഓർഡറിലാണ്. അവസാനം റിലീസ് ചെയ്യേണ്ട സിനിമയെ ആദ്യം റിലീസ് ചെയ്യുന്നു, പിന്നെ ഒരു റിവേഴ്സ് ഓർഡറിൽ ബാക്ക്വേർഡായിട്ട് ഓരോ സിനിമകൾ റിലീസ് ചെയ്യുന്നു. അങ്ങനെയാണ് ഈ ഒരു സിനിമകൾ റിലീസ് ചെയ്യുന്നത്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ളത്. അതായത് ബാക്ക്വേർഡായിട്ടാണ് സ്റ്റോറി പോയിക്കൊണ്ടിരിക്കുന്നത്. ഭയങ്കര വലിയൊരു സ്റ്റോറി ലൈനാണ് ഈ ഒരു സിനിമകളുള്ളത്. ഒരുപാട് നല്ല ക്യാരക്ടേഴ്സൊക്കെ ഉണ്ട്. ഓരോ ക്യാരക്ടേഴ്സിൻ്റെയും ഇവർ കുറേയധികം സീരീസൊക്കെ റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു ആൻഡോർ എന്ന് പറയുന്ന പർട്ടിക്കുലർ സീരീസ് നടക്കുന്നത് ഈ ഒറിജിനൽ സ്റ്റാർ വാർസ് സിനിമകളുണ്ടല്ലോ, അതിനൊക്കെ ഒരു പ്രീക്വലായിട്ടാണ് ഈ ഒരു സീരീസ് നടക്കുന്നത്. ഈ ഒരു സീരീസിൽ മെയിനായിട്ട് ഇവർ ഉദ്ദേശിക്കുന്നത് കാസിയൻ ആൻഡോർ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ ഫോക്കസ് ചെയ്തിട്ടാണ് ഈ ഒരു സീരീസ് പോകുന്നത്. ഈ സ്റ്റാർ വാർസ് കണ്ടുള്ളവർക്ക് അറിയാം, ഇതിനകത്ത് മെയിനായിട്ട് ഈ ഗലാക്റ്റിക് എംപയറും റിബലിയൻസും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റാണ് ഈ ഒരു എൻ്റെ സിനിമയിലും കാണിച്ചു പോകുന്നത്. അതിനകത്ത് അങ്ങനെയാണ് നമുക്കത് ഒരു കുറേ വാറ് കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് കാണിച്ചുള്ളത്. വലിയ വലിയ ഇവൻറ്റ്സൊക്കെ നടക്കുന്നതിന് ഒരുപാട് മുമ്പാണ്, ഒരു 5-6 വർഷം മുന്നേയൊക്കെയുള്ള സ്റ്റോറിയാണ് ഈ ഒരു ആൻഡോർ എന്ന് പറയുന്ന സീരീസ് കാണിക്കുന്നത്. ഇതിനകത്ത് ആ ഒരു ട്വിസ്റ്റ് എലമെൻസും സ്റ്റോറിയും ആ ഒരു സ്റ്റോറിയെ എങ്ങനെ കൊണ്ടുപോകുന്നു എന്നുള്ള സാധനങ്ങളൊക്കെ അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. യൂഷ്വലി അവർ പല സീരീസിൻ്റെയും സ്റ്റോറി ഭയങ്കര വീക്കായിരിക്കും സ്റ്റാർ വാർസിൻ്റെ ഇപ്പോൾ റീസെൻ്റായിട്ട് വരുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നുമല്ല, നല്ല പെർഫെക്റ്റായിട്ട് എഴുതി വെച്ചിട്ടുള്ള ഒരു കിടിലൻ സ്റ്റോറിയാണ് ഈ 12 എപ്പിസോഡിനകത്ത് ചെയ്ത് വെച്ചിട്ടുള്ളത്. കുറേയധികം ട്വിസ്റ്റുകളുണ്ട്. ഒരു ഭയങ്കര കൂളായിട്ട് തുടങ്ങി കുറേയധികം ഇവൻറ്റ്സ് കാണിച്ചിട്ട് കുറേയധികം ഇന്നർ പൊളിറ്റിക്സ്, അതായത് ഈ ഗലാക്റ്റിക് എംപയറിനകത്ത് കുറേയധികം ഇന്നർ പൊളിറ്റിക്സ് കാര്യങ്ങളൊക്കെ കാണിച്ചതിനകത്ത് വില്ലന്മാരൊക്കെ ഇതിനകത്ത് എനിക്ക് തോന്നുന്നു ഒരു ആൻറ്റഗോണിസ്റ്റ് ക്യാരക്ടറൊക്കെ ഭയങ്കര പവർഫുള്ളായിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. അതായത് ഇങ്ങനെ സൂപ്പർ പവർ എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ അവരുടെ പെർഫോമൻസ് കൊണ്ട് ഭയങ്കര പവർഫുൾ ക്യാരക്ടറായിട്ടാണ് എനിക്ക് തോന്നിയത്. ഈ ആൻഡോർ എന്ന് പറയുന്ന ക്യാരക്ടർ നമ്മൾ ആദ്യം വിചാരിക്കുകയൊക്കെ ഒരു സിമ്പിൾ ക്യാരക്ടറാണെന്നുള്ളത്. ആ ഒരു ക്യാരക്ടറിൻ്റെ ഡെവലപ്മെൻറ്റ് ഈ ഒരു എൻ്റയർ സീരീസിൽ നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു സീരീസ് തീരുന്ന സമയത്ത് ഈ ഒരു ക്യാരക്ടറിനെ നമ്മൾ സീരീസ് തുടങ്ങുമ്പോൾ കാണുന്നൊരു ഒരാളെ ആയിരിക്കില്ല ഇതിൻ്റെ അവസാനത്തെ എപ്പിസോഡ് കാണുന്നത്. ഭയങ്കര ഒരു ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് ഈ ഒരു സീരീസിനകത്ത് കുറേയധികം ട്വിസ്റ്റുകളും കുറേയധികം കോൺഫ്ലിക്റ്റുകളൊക്കെ കാണിച്ചു പോകുന്ന ഒരു അടിപൊളി സീരീസായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതിൻ്റെ സെക്കൻഡ് സീസൺ ഈ വർഷം വരുന്നുണ്ട്. അപ്പം യൂഷ്വലി ഈ സ്റ്റാർ വാർസ് ഒരു സെക്കൻഡ് സീസൺ റിലീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് അത്രയധികം ഒരു കോൺഫിഡൻറ്റ് ഉണ്ടെങ്കിലേ റിലീസ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ അവർ റിലീസ് ചെയ്യില്ല. അങ്ങനെയാണ് സ്റ്റാർ വാർസിൻ്റെ ഒരു യൂഷ്വലി ക്രിട്ടിക്സ് വന്നിട്ട് ഏറെ കേട്ടറാണ് പതിവ് സ്റ്റാർ വാർസിൻ്റെ പല സീരീസുകളും. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നും അല്ല, ഒരു നല്ല റിവ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നൊരു സീരീസാണ്. എന്തായാലും നിങ്ങൾ കണ്ടു നോക്കുക. ഇത് സ്റ്റാർ വാർസ് ഇഷ്ടപ്പെടുന്ന കുറേയധികം ഫാൻസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഇവിടെയൊക്കെ കുറേയധികം ആളുകൾ ഈ ഒരു സ്റ്റാർ വാർസ് ഇപ്പോഴും എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. ഒരു കിഡിലൻ വേൾഡ് എന്ന് വെച്ചാൽ കിഡിലൻ വേൾഡാണ് സ്റ്റാർ വാർസിൻ്റെത്. അത് നിങ്ങൾ കണ്ടു തുടങ്ങുമ്പം, കാരണം ഇത് ആദ്യത്തെ 1-2 സിനിമകൾ കാണാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം 1977 ഇതിൻ്റെ ഫസ്റ്റ് സിനിമ വരുന്നത്. അപ്പം അന്ന് അവർ ഇത്രയും കിഡിലമായിട്ട് ആ ഒരു സാധനം എൻ്റെ സെറ്റാണ്. അതായത് ഇതിനകത്ത് ഒരു സാധനം പോലും നമുക്ക് ഇങ്ങനെ സെറ്റ് ഇടാതെ ചെയ്യാൻ പറ്റില്ല, VFX ഇടാതെ ചെയ്യാൻ പറ്റില്ല. അത്രയും വലിയൊരു വേൾഡൊക്കെയാണ് ഇതിനകത്ത് കാണിച്ചു പോകുന്നത്. അപ്പം അത് ഇവർ അന്ന് തൊട്ട് എത്ര കിടിലമായിട്ട് ചെയ്തിട്ട്, അതായത് ഈ പറയുന്ന പല ഈ സ്പേസ് ഷിപ്പുകൾ ഇവർ ടോയ് ഉണ്ടാക്കിയിട്ടൊക്കെയാണ് അന്ന് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ആ ഒരു കാലയളവിലെ കിടിലൻ സിനിമകളാണ് ഇവർ ഇറക്കിക്കൊണ്ടിരുന്നത്. ഇപ്പം ഈ പറയുന്ന ടെക്നോളജിയൊക്കെ വളർന്നപ്പോൾ ഇവർ ഈ പറയുന്ന സിനിമകളൊക്കെ നശിപ്പിക്കുന്നു എന്നുള്ളൊരു സിനിമകളും സീരീസ് നശിപ്പിക്കുന്നൊരു ടോക്ക് ഉണ്ട്. പക്ഷേ ഈ ഒരു ആൻഡോർ എന്ന് പറയുന്ന സീരീസ് നിങ്ങൾ കണ്ടു നോക്കുക, ഓർത്ത് വായിച്ചാണ്. ഇത് കണ്ടിട്ട് സെക്കൻഡ് സീസൺ പോയി കാണുക. കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ ഒരുപാട് പേര് കണ്ടിട്ടുണ്ട്, നിങ്ങൾ ഒപ്പീനിയൻസ് പറയുക. പിന്നെ ഒരു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ കാണാതെ ബൈ ഗൈസ്.